Revive thy work, O Lord, thy mighty arm make bare. Speak with the voice that wakes the dirt, and make thy people hear. Revive thy work, O Lord, while here to thee we bow. Descend, O gracious Lord, descend. O come and bless us now. Revive thy work, O Lord, create soul thirst for thee, and hungering for the bread of life. O may our spirits be. Revive thy work, O Lord, while here to thee we bow. Descend, O gracious Lord, descend. O come and bless us now. Revive thy work, O Lord, exalt thy precious name, and by the Holy Ghost our love for thee and thine inflame. Revive thy work, O Lord, while here to thee we bow. Descend, O gracious Lord, descend. O come and bless us now. Revive thy work, O Lord, give power unto thy word, grant that thy blessed gospel may in living faith be heard. Revive thy work, O Lord, while here to thee we bow. Descend, O gracious Lord, descend. O come and bless us now. Revive thy work, O Lord, and give refreshing showers. The glory shall be all thine own, the blessing, Lord, be ours. Revive thy work, O Lord, while here to thee we bow. Descend, O gracious Lord, descend. O come and bless us now. Greetings from Kindergarten at Bethesda, in the mighty name of our Lord and Savior Jesus Christ. Dear sisters and brothers, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ നാം സ്മരിക്കുന്നതിന് മുമ്പുള്ള 7ാമത്തെ ഞായറാഴ്ചയാണല്ലോ ഇന്ന്. ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ ഈ ഞായറാഴ്ച സ്ത്രീജന സഖ്യ ഞായറായി ആഘോഷിക്കുന്നു. സ്ത്രീകളുടെ ശുശ്രൂഷയെ ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ഞായറാഴ്ച. സ്ത്രീകളുടെ ശുശ്രൂഷയെപ്പറ്റി പല എപ്പിസോഡുകളും ഞാൻ ചെയ്തിട്ടുള്ളതിനാൽ ഇന്ന് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു വിഷയം കൂട്ടായി ചിന്തിക്കുവാൻ
ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായത്തിൽ നിന്നുള്ള ഒരു സംഭവമാണ് ഇന്ന് നാം കൂട്ടായി ചിന്തിക്കുവാൻ പോകുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന് മാനവരാശിക്ക് രക്ഷ നൽകി. ആ യേശുക്രിസ്തുവിൻ്റെ മാർഗം ഭൂമിയിലെല്ലായിടം പ്രഘോഷിക്കുവാൻ, എല്ലാവരോടും യേശുക്രിസ്തുവാണ് രക്ഷകൻ, യേശുക്രിസ്തുവാണ് ലോകരക്ഷകൻ, മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരമായി ഈ ഭൂമിയിലേക്ക് വന്നത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു മാനവജാതിയുടെ പാപമെല്ലാം തന്മേൽ ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി ക്രൂശിൽ ബലിയായി മാറി. ആര് ഈ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവോ അവർക്ക് പാപമോചനവും ദൈവപുത്രി പുത്രന്മാരായി തീരുവാനുള്ള അവകാശവും ദൈവരാജ്യത്തിലെ നിത്യമായ വാസവും ദൈവത്തിൻ്റെ ജീവനായ ആ നിത്യജീവനും ദൈവത്തിൻ്റെ സാന്നിധ്യമായ ആ പരിശുദ്ധാത്മാവും ലഭിക്കുന്ന ആ കാര്യം ലോകജനതയെ ലോകമെമ്പാടും പ്രഘോഷിക്കുവാൻ നിൽക്കവണ്ണം യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ഇറങ്ങിപ്പുറപ്പെട്ടു. അങ്ങനെ വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ എഫെസോസിൽ ചെന്നപ്പോൾ അവിടെ താൻ കണ്ട കാഴ്ചയും അവിടെ നടന്ന ഒരു കലഹവുമാണ് ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത്. എക്കാലത്തുമുള്ള മാനവജാതിയുടെ ആഗ്രഹമായിരുന്നു, അന്വേഷണമായിരുന്നു തങ്ങളുടെ സൃഷ്ടാവായ ഈശ്വരനെ കണ്ടെത്തുക എന്നത്, ആ ദൈവത്തെ കണ്ടുമുട്ടുക. തങ്ങളുടെ അന്വേഷണത്തിൽ അവർ ആഗ്രഹിച്ചത് ആ ഈശ്വരനെ ആരാധിക്കുക, ആ ഈശ്വരൻ്റെ സംരക്ഷണയിൽ ആയിരിക്കുക, ആ ഈശ്വരനിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുക, തങ്ങൾ ചെയ്തു പോകുന്ന തെറ്റുകുറ്റങ്ങളും പാപങ്ങളും എല്ലാം പരിഹരിക്കപ്പെട്ട് വിശുദ്ധരായി ആ ഈശ്വരനിൽ വിലയം പ്രാപിക്കുക, മോക്ഷം നേടുക. എന്നാൽ തങ്ങളുടെ അന്വേഷണത്തിൽ ദൈവമല്ലാത്ത പലതും അവർക്ക് അഭിമുഖീകരിക്കേണ്ടതായി വന്നു. സത്യദൈവത്തിൽ നിന്ന് മനുഷ്യനെ വ്യതിചലിപ്പിക്കുവാൻ ശത്രുവായ സാത്താനും അവൻ്റെ ദൂതന്മാരും ആദ്യം മുതൽ തന്നെ ശ്രമിച്ചിരുന്നു. പല പല പാഷാണ്ഡ ആരാധനയിലേക്കും പേഗൻ വർഷിപ്പ് ആചാരങ്ങളിലേക്കും ആരാധനാമൂർത്തികളിലേക്കും അവർ തിരിഞ്ഞ് അതാണ് ദൈവം എന്ന് തെറ്റിദ്ധരിച്ച് അവർ ആരാധിക്കുവാൻ തുടങ്ങി. അങ്ങനെ സാത്താൻ അവരെ കൂടുതൽ കൂടുതൽ തെറ്റുകളിലേക്കും പാപങ്ങളിലേക്കും ആഴ്ത്തിക്കൊണ്ടേയിരുന്നു. എന്നാൽ മനുഷ്യൻ്റെ അന്വേഷണത്തിലല്ല, മനുഷ്യനെ അന്വേഷിച്ച് അവനോടുള്ള മഹാസ്നേഹത്താൽ അവൻ്റെ രക്ഷയ്ക്കായി വന്ന അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടാവായ ദൈവത്തെ യേശുക്രിസ്തുവിൽ കണ്ട ജനം തങ്ങൾ കണ്ട ആ സത്യദൈവത്തെ മറ്റുള്ളവരോടും അറിയിക്കുവാൻ ഇറങ്ങി പുറപ്പെടുകയാണുണ്ടായത്. അങ്ങനെ പൗലോസ് അപ്പോസ്തലൻ യേശുക്രിസ്തുവിൻ്റെ മാർഗം അറിയിക്കുവാൻ തൻ്റെ 3-ാം മിഷനറി യാത്രയിൽ എഫെസോസിലെത്തുന്നു. ഈ പൗലോസ് അപ്പോസ്തലനെ പറ്റി പറയുകയാണെങ്കിൽ ക്രിസ്തു മാർഗത്തെയും ക്രിസ്തുവിൽ വിശ്വസിച്ചവരെയും ഉപദ്രവിച്ച ഒരു പൂർവ്വ ചരിത്രം താൻ ശൗലായിരുന്ന കാലത്ത് തനിക്കുണ്ടായിരുന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവർക്ക് നേരെ കൊലയും ഭീഷണിയും നിശ്വസിച്ചുകൊണ്ട് അവരെ കൊന്നുമുടിക്കുവാൻ താൻ പോയ ആ യാത്രാമധ്യേ ഡമാസ്കസിൻ്റെ പടിവാതിൽക്കൽ വെച്ചാണ് കർത്താവായ യേശുക്രിസ്തുവുമായുള്ള ഒരു എൻകൗണ്ടറിൽ ശൗലായിരുന്ന താൻ മാനസാന്തരപ്പെട്ട് പൗലോസായി മാറിയത്. പിന്നീട് യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനും യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനും യേശുക്രിസ്തുവിന് വേണ്ടി മരിക്കുവാനും ഇടയാകത്തക്കവണ്ണം ഇത് പൗലോസിൽ രൂപാന്തരം വരുത്തി. തൻ്റെ 3-ാം മിഷനറി യാത്രയിൽ എഫെസോസിൽ എത്തപ്പെട്ട പൗലോസ്ലീഹ തൻ്റെ പ്രസംഗത്താൽ അനേകരെ ക്രിസ്തുമാർഗത്തിലേക്ക് ആനയിച്ചു.
പ്രസംഗം കേട്ട ജനം മാനസാന്തരപ്പെട്ട് തങ്ങളുടെ ദുർമാർഗങ്ങളെയും തങ്ങളുടെ പാഷാണ്ട ആരാധനാ രീതികളെയും എല്ലാം ഉപേക്ഷിച്ച് സത്യദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചുകൊണ്ട് ആ ക്രിസ്തു മാർഗത്തിലേക്ക് കടന്നു വന്നു. ആ എഫേസോസ് പട്ടണത്തിൽ എന്താണ് അന്ന് അവിടെ സംഭവിച്ചത് എന്നാണ് അപ്പോസ്തലപ്രവൃത്തികൾ 19-ാം അധ്യായം 23-ാം വാക്യം മുതൽ നാം വായിക്കുന്നത്. ആ കാലത്ത് ഈ ക്രിസ്തു മാർഗത്തെ ചൊല്ലി വലിയ കലഹമുണ്ടായി. വെള്ളി കൊണ്ട് അർത്തമീസ് മഹാദേവിയുടെ ക്ഷേത്രരൂപങ്ങളെ തീർക്കുന്ന ദെമത്രിയോസ് എന്ന തട്ടാൻ തൊഴിൽക്കാർക്ക് വളരെ ലാഭം വരുത്തി വന്നു. അവൻ അവരെയും ആ വകയിൽ ഉൾപ്പെട്ട വേലക്കാരെയും കൂട്ടിവരുത്തി. പുരുഷന്മാരെ, നമ്മുടെ സമ്പാദ്യം ഈ തൊഴിൽ കൊണ്ടാകുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യമല്ലോ. എന്നാൽ ഈ പൗലോസ് എന്നവൻ കയ്യാൽ തീർത്തത് ദേവന്മാരല്ല എന്ന് പറഞ്ഞുകൊണ്ട് എഫേസോസിൽ മാത്രമല്ല മിക്കവാറും ഏഷ്യയിലൊക്കെയും വളരെ ജനങ്ങളെ സമ്മതിപ്പിച്ച് മറിച്ചു കളഞ്ഞു എന്ന് നിങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നുവല്ലോ. അതിനാൽ നമ്മുടെ ഈ കാര്യം ആക്ഷേപത്തിലാകുവാൻ അടുത്തിരിക്കുന്നതുമല്ലാതെ അർത്തമീസ് മഹാദേവിയുടെ ക്ഷേത്രം ഏതുമില്ല എന്ന് വരികയും ഏഷ്യ മുഴുവനും ഭൂതലവും ഭജിച്ചു പോരുന്നവളുടെ മഹാത്മ്യം ഒടുങ്ങിപ്പോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. അവർ ഇത് കേട്ട് ക്രോധം നിറഞ്ഞവരായി എഫേസ്യരുടെ അർത്തമീസ് മഹാദേവി എന്ന് ആർത്തു. പട്ടണം മുഴുവനും കലഹം കൊണ്ട് നിറഞ്ഞു. അവർ പൗലോസിൻ്റെ കൂട്ടുയാത്രക്കാരായ ഗായോസ്, അരിസ്തർഖോസ് എന്ന മക്കദോന്യരെ പിടിച്ചുകൊണ്ട് രംഗസ്ഥലത്തേക്ക് ഒരുമനപ്പെട്ട് പാഞ്ഞു ചെന്നു. അതായത് ആംഫി തിയേറ്ററിലേക്ക് അവർ ഗായോസിനെയും അരിസ്തർഖോസിനെയും പിടിച്ചുകൊണ്ട് പാഞ്ഞു ചെന്നു. പൗലോസ് ജനസമൂഹത്തിൽ ചെല്ലുവാൻ ഭാവിച്ചാറെ ശിഷ്യന്മാർ അവനെ വിട്ടില്ല. ആസ്യാധ്യന്മാരിൽ ചിലർ അവൻ്റെ സ്നേഹിതന്മാരാകയാൽ രംഗസ്ഥലത്ത് ചെന്നു പോകരുത് എന്ന് അവരും അവൻ്റെ അടുക്കൽ ആളയച്ച് അപേക്ഷിച്ചു. ജനസംഘം കലക്കത്തിലായി മിക്കപേരും തങ്ങൾ വന്നുകൂടിയ സംഗതി എന്തെന്ന് അറിയായികയാൽ ചിലർ ഇങ്ങനെയും ചിലർ അങ്ങനെയും ആർത്തു. യഹൂദന്മാർ മുമ്പോട്ട് ഉന്തിക്കൊണ്ടുവന്ന അലക്സണ്ടറിനെ പുരുഷാരത്തിൽ ചിലർ സംസാരിപ്പാൻ ഉത്സാഹിപ്പിച്ചു. അലക്സണ്ടർ ആംഗ്യം കാട്ടി ജനസമൂഹത്തോട് പ്രതിവാദിപ്പാൻ ഭാവിച്ചു. എന്നാൽ അവൻ യഹൂദൻ എന്നറിഞ്ഞപ്പോൾ എഫേസ്യരുടെ അർത്തമീസ് മഹാദേവി എന്ന് എല്ലാവരും കൂടെ 2 മണി നേരത്തോളം ഏകശബ്ദത്തോടെ ആർത്തുകൊണ്ടിരുന്നു. പിന്നെ പട്ടണമേനവൻ, അതായത് മേയർ, പുരുഷാരത്തെ അമർത്തി പറഞ്ഞത്: എഫേസ് പുരുഷന്മാരെ, എഫേസോസ് പട്ടണം അർത്തമീസ് മഹാദേവിക്കും ദ്യോവിൽ നിന്ന് വീണ ബിംബത്തിനും ക്ഷേത്രപാലക എന്ന് അറിയാത്ത മനുഷ്യനാര്? ഇത് എതിർമൊഴിയില്ലാത്തതാകയാൽ നിങ്ങൾ തിടുക്കമായി ഒന്നും ചെയ്യാതെ അടങ്ങി പാർക്കേണ്ടതാകുന്നു. നിങ്ങൾ പറയുന്ന കാര്യം ആർക്കാണ് അറിയാത്തത്? ഇതെല്ലാവർക്കും അറിവുള്ള സംഗതിയാണ്. അതായത് അർത്തമീസ് മഹാദേവിയുടെ കാര്യം, അക്കാര്യം അറിയാത്ത ആരും ഇവിടെ ഇല്ല. അറിയാത്ത മനുഷ്യനാര്? ഇത് എതിർമൊഴി ഇല്ലാത്തതാകയാൽ നിങ്ങൾ തിടുക്കമായി ഒന്നും ചെയ്യാതെ അടങ്ങി പാർക്കേണ്ടതാകുന്നു എന്ന് മേയർ എന്ന് പറഞ്ഞു. ഈ പുരുഷന്മാരെ നിങ്ങൾ കൂട്ടിക്കൊണ്ടു വന്നുവല്ലോ. അവർ ക്ഷേത്രം കവർച്ച ചെയ്യുന്നവരല്ല, നമ്മുടെ ദേവിയെ ദുഷിക്കുന്നവരുമല്ല. എത്ര നല്ല ഒരു മേയറാണ്! ജനങ്ങളെ അമർത്തിക്കൊണ്ട് ജനങ്ങളോട് പറയുകയാണ്, ഈ മനുഷ്യർ ക്ഷേത്രം കവർച്ച ചെയ്യുന്നവരല്ല, അവർ നിങ്ങളുടെ ദേവിയായ അർത്തമീസ് ദേവിയെ ദുഷിക്കുന്നവരുമല്ല. എന്നാൽ ദെമത്രിയോസിനും കൂടെയുള്ള തൊഴിൽക്കാർക്കും വല്ലവൻ്റെയും നേരെ ഒരു സംഗതി ഉണ്ടെങ്കിൽ വിസ്താര ദിവസങ്ങൾ വെച്ചിട്ടുണ്ട്.
അതായത് വെള്ളി കൊണ്ട് അർത്തമീസ് ദേവിയുടെ ക്ഷേത്ര രൂപങ്ങളെ തീർക്കുന്ന തട്ടാൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ആ തട്ടാനോ അവൻ്റെ ആൾക്കാർക്കോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വിസ്താര ദിവസങ്ങൾ വെച്ചിട്ടുണ്ട്. അതായത് വെൻ കോർട്ട്സ് ആർ കറൻ്റ്ലി ഇൻ സെഷൻ, അപ്പോൾ നിങ്ങൾക്ക് വന്ന് കാര്യം പറയാമല്ലോ എന്നാണ് ഈ മേയർ പറയുന്നത്. ദേശാധിപതികളുമുണ്ട്, അതായത് സിറ്റി കൗൺസിൽ മീറ്റിംഗ്സ് ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് വന്ന് നിങ്ങളുടെ കാര്യം പറയാം. തമ്മിൽ വ്യവഹരിക്കട്ടെ. വേറെ കാര്യം ചൊല്ലിയാകുന്നു വാദമെങ്കിൽ ധർമ്മസഭയിൽ തീർക്കാമല്ലോ. ഇന്നത്തെ കലഹത്തിന് കാരണമില്ലായകയാൽ അത് നിമിത്തം നമ്മുടെ പേരിൽ കുറ്റം ചുമത്തുവാനിടയുണ്ട് സ്പഷ്ടം. ഈ മനുഷ്യൻ പറയുകയാണ്, നിങ്ങളിവിടെ കിടന്ന് ബഹളം വെച്ചത് വെറുതെയാണ്, അതിനൊരു ബേസില്ല, യാതൊരു കാരണവുമില്ല, നമ്മുടെ പുറത്ത് കുറ്റം വരും, അതുകൊണ്ട് നിങ്ങൾ അടങ്ങിപ്പാർക്കണം. ഈ ആൾക്കൂട്ടത്തിന് ഉത്തരം പറവാൻ നമുക്ക് വകയൊന്നുമില്ലല്ലോ. ഇത്രയും വലിയൊരു ജനസമൂഹം പൗലോസിൻ്റെ കൂടെ കൂടി പൗലോസിൻ്റെ പ്രസംഗം കേട്ട് തങ്ങളുടെ പേഗൻ വർഷിപ്പെല്ലാം ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിനെ അവർ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചു. വലിയൊരു ജനസമൂഹം ഇപ്പോൾ പൗലോസിൻ്റെ കൂടെയുണ്ട്, വലിയ ആൾക്കൂട്ടമാണ്. ഈ ആൾക്കൂട്ടത്തിന് ഉത്തരം പറവാൻ നമുക്ക് വകയൊന്നുമില്ല. ഇങ്ങനെ പറഞ്ഞ് ആ മേയർ സഭയെ പിരിച്ചുവിട്ടു. ഇത് ഇന്നത്തെ കാലത്തായിരുന്നു എങ്കിൽ എന്തായിരുന്നു അവിടെ നടക്കുവാൻ പോകുന്നതെന്ന് നമുക്കറിയാം. ഇങ്ങനെ ഈ മേയർ, വളരെ വിജ്ഞാനിയായ ജ്ഞാനമുള്ള ഈ മനുഷ്യൻ സംസാരിച്ചതുപോലെ സംസാരിക്കുവാൻ തക്കവണ്ണം ഇന്ന് ഈ ഇന്ത്യയിലോ ഇതുപോലെ സുവിശേഷ വിരോധികൾ പ്രവർത്തിക്കുന്ന ഇടങ്ങളിലോ ആരുമില്ല. പോലീസ് സ്റ്റേഷനും മറ്റ് നിയമസംഹിതകളും ഉള്ളപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ അത് അവിടെ ബോധിപ്പിക്കാം എന്നുള്ള ഒരു ബോധം ഇല്ലാത്ത ജനം അവർ നിയമം കയ്യിലെടുക്കും. പോലീസിനെ സമീപിക്കുന്നതിന് മുമ്പേ സുവിശേഷം പറയുന്നവരെ എല്ലാം തല്ലിക്കൊല്ലുകയും അവരുടെ വീടുകൾ തീ വയ്ക്കുകയും കുട്ടികളെ ബലാത്സംഗം ചെയ്യുകയും അങ്ങനെ ആ ദേശം ചുട്ടുകളയുകയും ചെയ്യും. വിവരമുള്ള യാതൊരു വ്യക്തിയും ഈ പട്ടണമേനവനെ പോലെ നാം കാണുന്നില്ല. പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ ചെന്നാലോ അവിടെ രാഷ്ട്രീയക്കാരുടെ ബഹളമാണ്. ന്യായം കിട്ടുന്നില്ല. നീതിയും ന്യായവും മറിഞ്ഞുപോയ ഒരു ജനസമൂഹമാണ് ഇന്ന് നാം കാണുന്നത്. ന്യായത്തിനോ നീതിക്കോ ഒരു ഡയലോഗിനോ ഒന്നിനും അവസരം കൊടുക്കാത്ത ജനം. ഇത് ഈ ജനങ്ങളുടെ കുറ്റമല്ല, സത്യദൈവത്തിന് വിരോധമായി പൊങ്ങുന്ന ദുഷ്ടശക്തികളുടെ പ്രവർത്തനമാണ്. സാത്താൻ്റെയും അവൻ്റെ സൈന്യങ്ങളുടെയും പ്രവർത്തനമാണ്. അവരാൽ ഉദ്യോഗിക്കപ്പെട്ടാണ്, ടെംപ്റ്റഡായിട്ടാണ് ഈ ജനങ്ങൾ പ്രവർത്തിക്കുന്നത്. സാത്താൻ്റെ പിണിയാളുകളായി പ്രവർത്തിക്കുകയാണ്. മനുഷ്യ സ്വഭാവം അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജ്ഞാനമോ ഒന്നും ഇവർ കാണിക്കുന്നില്ല. നോർത്ത് ഇന്ത്യയിലും മറ്റും സുവിശേഷകർക്ക് നേരെ, അവരുടെ കുടുംബത്തിന് നേരെ, അവരുടെ ആരാധനാലയങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളും നാം ദിവസേന കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. പോലീസുകാരവിടെ വരുന്നതിന് മുമ്പേ തന്നെ അവിടെ ചാമ്പലാക്കി കളയും. നമുക്ക് ആ ജനത്തോട് സഹതാപമാണ്. അവരല്ല അത് ചെയ്യുന്നത്, ദുഷ്ടനായ സാത്താനും അവൻ്റെ ദൂതന്മാരുമാണ് അവരിൽ കൂടെ അത് പ്രവർത്തിക്കുന്നത്. കാരണം സത്യദൈവ ആരാധന സാത്താനിഷ്ടമല്ല. നാം ഇവിടെ മനസ്സിലാക്കേണ്ട സംഗതി അതാണ്. സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടം, നീതിയും ന്യായവും അതിനെതിരായി അനീതിയുടെ പോരാട്ടം, അതാണ് നാം മനസ്സിലാക്കേണ്ടത്. എഫേസോസിലുണ്ടായിരുന്ന ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഗ്രീക്ക് ദേവതയായ അർത്തമീസ് ദേവിയുടേതായിരുന്നു. ഇത് ഒരു വേർജിൻ ഗോഡസ് ആയിരുന്നു.
ഈ ദേവതയെ ആരാധിക്കുന്ന സ്ത്രീകളെല്ലാം തങ്ങളുടെ വെർജിനിറ്റി കാത്തു സൂക്ഷിച്ചിരുന്നു. ഈ സ്ത്രീകൾ ദേവദാസികളായി ആ ക്ഷേത്രത്തിൽ പ്രവർത്തിച്ചിരുന്നു. അതിനാൽ തന്നെ ക്ഷേത്രം കേന്ദ്രീകരിച്ച് ലൈംഗികമായ അരാജകത്വം കൊടികുത്തി വാണിരുന്നു. ഈ ദേവത ഷീസ് എ ഗോഡസ് ഓഫ് ഫെർട്ടിലിറ്റി വിത്ത് മെനി ബ്രസ്. വേട്ടയ്ക്ക് പോകുന്നവർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെല്ലാം സംരക്ഷകയായി ഈ ദേവതയെ അവർ കരുതിയിരുന്നു. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൽ ആകാശത്തിൽ നിന്ന് ഭൂമിയിൽ പതിച്ച ഒരു മീറ്റിയോറൈറ്റിനെയും വെച്ച് ആരാധിച്ചിരുന്നു. അതിനാലാണ് അപ്പോസ്തല പ്രവർത്തികൾ 19-ാം അധ്യായം 35-ന്റെ ബിയിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്, ദ്യോവിൽ നിന്ന് വീണ ബിംബത്തിനും ക്ഷേത്രപാലക എന്ന്. ഇതുപോലെ ഒരു ദേവത റോമക്കാർക്കും ഉണ്ടായിരുന്നു. ഡയാന ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ അർത്തമീസ് ദേവിയെ ഡയാന ഓഫ് എഫേസൂസ് എന്നും വിളിച്ചിരുന്നു. ഈ ക്ഷേത്രത്തിൽ വരുവാൻ സാധിക്കാത്തവർ വെള്ളി കൊണ്ടുള്ള ക്ഷേത്രത്തിൻ്റെ ഒരു മിനിയേച്ചർ ഷ്രൈൻ വാങ്ങി വീട്ടിൽ കൊണ്ടുപോകും. പോകുന്നിടത്തൊക്കെ ആ ഷ്രൈൻ അവർ കയ്യിൽ കൊണ്ട് നടക്കും. പൗലോസിൻ്റെ പ്രസംഗം കേട്ട് ആകൃഷ്ടരായ ജനങ്ങൾ ഈ വക പരിപാടികളെല്ലാം നിർത്തി അവർ ഇതുപോലെയുള്ള ബിംബങ്ങൾ വാങ്ങിക്കാതെയായി. അവിടെ വെള്ളി കൊണ്ട് അർത്തമീസ് ദേവിയുടെ വിഗ്രഹം ഉണ്ടാക്കിയിരുന്ന തട്ടാനായിരുന്ന ഡെമട്രിയോസ്, നാം ഈ വേദഭാഗത്ത് ആ വ്യക്തിയുടെ പേരാണ് കാണുന്നത്, ഡെമട്രിയോസ് എന്ന തട്ടാൻ. ആ തട്ടാൻ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്കെല്ലാം ഈ പൗലോസിൻ്റെ ആഗമനത്തോടെ അവരുടെ കച്ചവടത്തിൽ വലിയ ഇടിവുണ്ടായി. ആരും വിഗ്രഹങ്ങളൊന്നും വാങ്ങിക്കാതെയായി. അതുകൊണ്ടാണ് അവർ പൗലോസിനും കൂട്ടാളികൾക്കും നേരെ കലഹമുണ്ടാക്കിയത്. പ്രിയ സഹോദരങ്ങളെ, സുവിശേഷം മനുഷ്യ മനസ്സുകൾക്കാണ് രൂപാന്തരം വരുത്തുന്നത്. ജനങ്ങൾ വെളിച്ചം കാണുമ്പോൾ ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ തനിയെ ഉപേക്ഷിക്കും. യാതൊരു നിർബന്ധത്തിൻ്റെയും ആവശ്യമില്ല. സുവിശേഷം പറയുന്നവർ രാജ്യത്തിൻ്റെയോ ദേശത്തിൻ്റെയോ ഒരു നിയമവും തെറ്റിക്കുന്നവരല്ല. അവർ ക്ഷേത്രം കവർച്ച ചെയ്യുന്നവരല്ല. ദേവിയെ ദുഷിക്കുന്നവരല്ല. സത്യസുവിശേഷം പ്രഘോഷിക്കുവാൻ ഇതൊന്നും ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. എല്ലാം തച്ചുടയ്ക്കുന്ന, എല്ലാവരെയും കൊലയ്ക്ക് കൊടുക്കുന്ന, കൊള്ളയും കൊള്ളിവയ്പും നടത്തുന്നവർ അന്ധകാര ശക്തികളുടെ പിണിയാളുകളാണ്. ഡെമട്രിയോസുമാർക്ക് പ്രശ്നമുണ്ടാകുന്നത് വെളിച്ചം കടന്നു ചെല്ലുന്നിടത്താണ്. അന്ധകാരത്തിൽ തന്നെ തുടർന്നാൽ ഡെമട്രിയോസുമാരുമായി സൗഹാർദ്ദത്തിൽ ഒരു പാത്രത്തിൽ കഴിച്ചുകൊണ്ട് കാലം കഴിക്കാം. കാരണം എല്ലാവരും ഒരുപോലെ അന്ധകാരത്തിലാണ്. ഇമ്മൊറാലിറ്റിയും വിഗ്രഹ വിൽപ്പനയും നല്ല ആദായമാർഗമാണെങ്കിൽ ഇവിടെ വിഗ്രഹ വിൽപ്പന അതേതുമാകാം. ഫോട്ടോകൾ, കുരിശുകൾ, രൂപങ്ങൾ, കൊന്തകൾ ഇതൊക്കെയും വിറ്റ് ലാഭമുണ്ടാക്കുന്ന ഡെമട്രിയോസുമാർ സത്യസുവിശേഷം കേൾക്കുമ്പോൾ പ്രശ്നമുണ്ടാക്കും. യേശുക്രിസ്തുവിനെ പിൻപറ്റുന്നുവെന്ന് പറയുന്നവർ കുരിശും കൊടിയും രൂപങ്ങളും ഫോട്ടോകളും ഉണ്ടാക്കുന്ന ഡെമട്രിയോസുമാരിൽ നിന്ന് ഇതൊക്കെയും വാങ്ങിക്കൊണ്ടേയിരുന്നാൽ അവരുടെ കച്ചവടം തകൃതിയായി നടക്കും. ഡെമട്രിയോസുമാരുമായി സൗഹൃദത്തിൽ കഴിയുകയും ചെയ്യാം. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ്റെ കാലത്ത് ഇതായിരുന്നില്ല സ്ഥിതി. അന്ന് ക്രിസ്തു മാർഗക്കാർ ജാതികളെപ്പോലെ ആയിരുന്നില്ല ജീവിച്ചിരുന്നത്. അതുപോലെ ചില സിനിമകൾ, ആൽബങ്ങൾ, വീഡിയോ ഗെയിംസ് തുടങ്ങിയവ കൂടുതൽ റീച്ച് കിട്ടുവാനായി നിന്ദ്യവും അവഹേളനപരവുമായ വിവരങ്ങൾ കുത്തിനിറച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും കച്ചവടം നടത്തുന്ന ഡെമട്രിയോസുമാർ അപ്സെറ്റ് ആകുന്നത് അത് വാങ്ങുവാൻ ആളില്ലാതെ വരുന്നിടത്ത് മാത്രമാണ്. അല്ല എങ്കിൽ അവർക്ക് യാതൊരു കുഴപ്പവുമില്ല. അതുപോലെ തന്നെ ജീവൻ്റെ വില മനസ്സിലാക്കി അബോർഷനെതിരായിട്ട് ശബ്ദം ഉയർത്തിയാൽ
അബോർഷൻ ക്ലിനിക്സ് നടത്തുന്ന ഡെമട്രിയോസുമാർക്ക് ഹാലിളകും. എന്തിനേറെ തിന്മയോട് അനുരൂപപ്പെട്ടു പോകേണ്ടവരല്ല ദൈവമക്കൾ. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടേണ്ടവരാണ് ദൈവമക്കൾ. പ്രിയ സഹോദരങ്ങളെ, കിൻഡർ ഗാർഡൻ അറ്റ് ബെഥെസ്ദയിലെ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ കരുതുന്നു. പുതിയ ഒരു എപ്പിസോഡുമായി നാം വീണ്ടും കണ്ടുമുട്ടും വരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടാകുമാറാകട്ടെ. I bless you in Jesus' name. Amen.